ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ഇവിടെ അത്ഭുത മാതാവിൻ്റെ പ്രത്യക്ഷമുള്ള ഈ ദേവാലയത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. ഈ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. പല വ്യക്തികളും എന്നോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ ഉടമ്പടി എടുക്കേണ്ടതും അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു പല മെസ്സേജുകളും വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാം. നമ്മൾ കടന്നു വരുമ്പോൾ ആദ്യമായി കാണുന്ന ഹാളിനെ ഓഡിറ്റോറിയം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇപ്പോൾ നാം കാണുന്ന 12 എന്നെഴുതിയിട്ടുള്ള കൗണ്ടർ, അത് കൃപാസനം ധ്യാന കേന്ദ്രത്തിലെ നേർച്ച വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകളാണ് അവിടെ കാണുന്നത്. ഈ മെയിൻ ഹാളിനെയാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ ആ സ്റ്റേജിൽ ഒരു മാതാവിൻ്റെ തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പേടകം സ്ഥിതി ചെയ്യുന്ന മെയിൻ ഹാളിലേക്ക് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമായിട്ട് പോകുന്നത്. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രദക്ഷിണമായിട്ട് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് 5 പേരിൽ ഒരു വ്യക്തി കൃപാസന മാതാവിൻ്റെ ചെറിയ തിരുസ്വരൂപം വഹിക്കും. മറ്റുള്ളവർ വിളക്ക്, മുത്തുകുട, ധൂപക്കുറ്റി, മണി എന്നിങ്ങനെ മറ്റു വസ്തുക്കൾ വഹിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നും ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നാം ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ചെറിയ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഇപ്പോൾ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് കൃപാസനം ഉടമ്പടി എടുക്കുന്നവരാണ് ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ഉടമ്പടി ബോധവൽക്കരണ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഇവിടെ നിന്നും ഉള്ളിലോട്ട് പോകുമ്പോൾ മെയിൻ ഹാളിൻ്റെ വലത്ത് ഭാഗത്തായിട്ടാണ് ആ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതിന് താഴെ നിന്നും പല കൗണ്ടറുകൾ നമ്പർ ഇട്ട് വേർതിരിച്ചിട്ടുണ്ട്. 1-ാം നമ്പർ കൗണ്ടർ എന്ന് പറയുന്നത് മെയിൻ ഹാളിനെയാണ്. 2, 3, 4, 5, 6 അങ്ങനെ നമ്പറിൽ ഇട്ടിട്ടുള്ള കൗണ്ടർ കാണാൻ സാധിക്കും. അതിൽ 2-ാം നമ്പർ കൗണ്ടറിൽ നിന്നും ടോക്കൺ വാങ്ങി അതേ ബിൽഡിങ്ങിൻ്റെ 2-ാം നിലയിൽ കൃപാസനം ഉടമ്പടി എങ്ങനെയാണ് എടുക്കേണ്ടത്, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചൊരു വിശദമായൊരു ക്ലാസ്, അതായത് ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകുന്നതായിരിക്കും. അത് 2-ാം നമ്പർ കൗണ്ടറിൽ നിന്നും ടോക്കൺ വാങ്ങിയതിന് ശേഷം 2-ാം നിലയിലാണ് ആ ക്ലാസ്. അതിന് ശേഷം അവർ 4, 5 എന്ന കൗണ്ടറുകളിൽ നിന്നും കൃപാസനം ഉടമ്പടി തിരിവാങ്ങിയതിന് ശേഷമാണ് ഈ മെയിൻ ഹാളിലേക്ക് വരുന്നത്. അങ്ങനെ വന്നവരാണ് ഈ മെയിൻ ഹാളിൽ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് മാതാവിൻ്റെ തിരുസ്വരൂപം വെച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമായിട്ട് മെയിൻ ഹാളിലേക്ക് പ്രദക്ഷിണമായി പോകുന്നത്. ഇപ്പോൾ നാം കാണുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപത്തിനടുത്ത് ഒരു കന്യാസ്ത്രീ അവിടെ വന്നിട്ടുള്ള 5 പേരടങ്ങുന്ന ഗ്രൂപ്പിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അതാണ് നാം ഇപ്പോൾ കാണുന്നത്. കൃപാസനം ദേവാലയം
ഡിസംബർ 7 ഇവിടുത്തെ ഡയറക്ടർ അച്ഛനായ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ അദ്ദേഹത്തിന് മാതാവിൻ്റെ പ്രത്യക്ഷം ഈ ധ്യാനകേന്ദ്രത്തിൽ ഉണ്ടാവുകയും അതേ തുടർന്ന് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ദേവാലയത്തിൽ നടന്നു വരുന്നതായിട്ട് അനേകം സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കാൻ സാധിക്കും. അതിൻ്റെ വെളിച്ചത്തിലാണ് ഉടമ്പടി എന്ന ഒരു പ്രോസസ്സിലൂടെ എല്ലാവരും നിയോഗ പ്രാർത്ഥന നടത്തുന്നത്. ഇപ്പോൾ നാം കാണുന്നത് അടുത്ത പ്രദക്ഷിണമായിട്ട് പോകുന്നവർ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് അതിനുശേഷം മാതാവിൻ്റെ മരിയൻ ഭക്തിഗാനം ആലപിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത്. ആലപ്പുഴ ധ്യാന കേന്ദ്രം കലവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് തൃശ്ശൂർ ഭാഗം, അതായത് വടക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ആലപ്പുഴയിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ KSRTC ബസ്സിൽ ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. തെക്ക് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. എല്ലാ KSRTC ബസ്സുകളും ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. അത് വളരെ ഉപകാരമായ ഒരു കാര്യമാണ്. ട്രെയിനിൽ വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ഇറങ്ങി അവിടെ നിന്ന് ആ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നിന്ന് തന്നെ KSRTC സ്റ്റാൻഡ് ജംഗ്ഷനിലേക്ക് ബസ് കിട്ടും, പ്രൈവറ്റ് ബസ്. അതിൽ 10 രൂപ കൊടുത്ത് ജോസ് ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചേർത്തല കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് ബസ് ലഭിക്കും. കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. ഓരോ ദിവസം ഇവിടെ നാനാജാതി മതസ്ഥർ തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് അണഞ്ഞു വരുന്ന കാഴ്ച കാണാവുന്നതാണ്. ഇപ്പോൾ നാം കണ്ടത് മാതാവിൻ്റെ തിരുസ്വരൂപം, അതുപോലെ തന്നെ വിളക്ക്, ധൂപകുറ്റി, മുത്തുകുട എന്നിവ വയ്ക്കണമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു നറുക്കെടുപ്പാണ് നടത്തിയത്. മാതാവിൻ്റെ രൂപം ലഭിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് എന്നാണ് പറയപ്പെടുക. ഇത് ജോസഫച്ചൻ എഴുതിയിട്ടുള്ള അനേകം ആത്മീയ പുസ്തകങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഈ പുസ്തകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇത് മെയിൻ ഹാളിലേക്ക് വരുന്ന വഴിക്കുള്ള ഇടനാഴിയുടെ വലത് ഭാഗത്തായിട്ടാണ് ഈ സ്റ്റോൾ കാണുക. ഈ സ്റ്റാളിന് തൊട്ടപ്പുറത്തായിട്ട് ബ്ലെസ്സിങ് നൽകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വൈദികരുടെ സേവനം ലഭ്യമാണ്. നമ്മുടെ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞ് കൈവെപ്പ് ശുശ്രൂഷ അവിടെ നിന്ന് ലഭിക്കും. നാം ഇപ്പോൾ കാണുന്നത് മെയിൻ ഹാളിൻ്റെ മുൻഭാഗത്തുള്ള ഒരു മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നിന്നും കൃപാസനം ഉടമ്പടി പീഠത്തിനടുത്തേക്ക് പ്രദക്ഷിണം പോകുന്നുണ്ട്. അതായത് ഓഡിറ്റോറിയത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ നിന്നും ഉടമ്പടി പീഠത്തിനടുത്തേക്ക് പ്രദക്ഷിണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഓരോ പ്രദക്ഷിണത്തിലും ഉണ്ടായിരിക്കുക. ഞാനിപ്പോൾ മെയിൻ ധ്യാന ഹാളിലേക്ക് കടന്നു. നമുക്ക് യേശുവിൻ്റെ ക്രൂശിത രൂപവും അതിനടുത്തായിട്ട് കൃപാസനം മാതാവിൻ്റെ ഒരു തിരുസ്വരൂപവും കാണാൻ സാധിക്കും. ഈ ഹാളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തൻ്റെ ബൈബിൾ സംഭാഷണങ്ങൾ നടത്തുന്നത്. അതുപോലെ തന്നെ
തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായി പറയുന്നതും ഈ ഹാളിൽ തന്നെയാണ്. ജോസഫച്ചൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുന്നതും ഈ ആൾത്താർക്ക് മുമ്പിൽ തന്നെയാണ്. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടി എന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ നേർച്ചകൾ നിറവേറ്റുന്നത്. അതായത് യേശുവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നവർ നടത്തുന്നത്. അതിന് കൃപാസനം അമ്മ മധ്യസ്ഥം വഹിച്ച് ആ നിയോഗങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മിപ്പോൾ കാണുന്നത് കൃപാസനം മാതാവിൻ്റെ തിരുസ്വരൂപം കാണാം. അപ്പുറത്തായിട്ട് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം. കേരളത്തിനകത്തും പുറത്തു നിന്നുമായി അനേകം മക്കളാണ് ഈ ധ്യാന കേന്ദ്രം സന്ദർശിക്കാൻ ഓരോ ദിവസം ഇവിടെ എത്തുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമാതാവിൻ്റെ നിറസാന്നിധ്യം നിലനിൽക്കുന്ന ഒരു ദേവാലയം എന്നാണ് വിശ്വാസികൾ ഈ ധ്യാനകേന്ദ്രത്തെ വിശേഷിപ്പിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, അതുപോലെ അനുതാപപൂർവമുള്ള പ്രവർത്തികളിലൂടെ ദൈവവുമായി ഒരു അഭേദ്യ ബന്ധം പുലർത്തുകയും അതുവഴി ദൈവം നമുക്കായി നമ്മുടെ നിയോഗങ്ങൾ, അത് എന്തുമായിക്കൊള്ളട്ടെ, ജോലി സാധ്യതയായിരിക്കാം, കടബാധ്യതയായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം, പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥകളായിരിക്കാം, ഒരു മനുഷ്യനെ താൻ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളായിരിക്കാം, എന്തു തന്നെയായാലും അവയ്ക്കെല്ലാം ഇവിടെ ഒരു ഉത്തരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങളിൽ ഏറെയും. ഇപ്പോൾ നാം കാണുന്നത് ദിവ്യാരാധന ചാപ്പൽ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആരാധനാലയമാണ്. ഇതിന് മുൻപിൽ ഒരു നിലവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കൃപാസനം ഉടമ്പടി പുതുക്കിയവർ വീണ്ടും ഉടമ്പടി എഴുതി കൊണ്ടുവന്ന് ഉടമ്പടി പേടത്തിൽ നിക്ഷേപിക്കുന്നത് ഈ ചാപ്പലിനുള്ളിലാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അവർ 3-ാം നമ്പർ കൗണ്ടറിൽ ചെന്ന് ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ എടുത്ത് ആ ബിൽഡിങ്ങിൻ്റെ 1-ാം നിലയിലുള്ള ഹാളിൽ ചെന്ന് ഉടമ്പടി പുതുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം 6-7 നമ്പർ കൗണ്ടറിൽ ചെന്ന് ഉടമ്പടി തിരി വാങ്ങിയതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി തൈലം ദിവ്യാരാധന ചാപ്പലിന് മുമ്പിൽ നിന്നും ലഭിക്കുന്നതാണ്. ആ തൈലം അവിടെ കാണുന്ന നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷമാണ് ദിവ്യാരാധന ചാപ്പലിൽ കടന്ന് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പ്രതിജ്ഞ എന്നിവ ചൊല്ലിയതിന് ശേഷം ഉടമ്പടി അവിടെയുള്ള ഉടമ്പടി പേടത്തിൽ നിക്ഷേപിക്കുന്നത്. ഇപ്പോൾ നാം കാണുന്ന കൃപാസനം ഉടമ്പടി പേടത്തിലേക്ക് വരാനുള്ള പ്രദർശനങ്ങൾ നിൽക്കുന്നതാണ്. കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ ദിവസം 3 ക്ലാസ്സുകൾ ആയിട്ടാണ് ഉടമ്പടി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ഏതാണ് നമുക്ക് സൗകര്യപ്രദം എന്നാൽ അതിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉടമ്പടി എടുത്ത് പോകാൻ സാധിക്കും. ഒരു ദിവസം 3 ക്ലാസ്സുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. ആ നിശ്ചിത സമയങ്ങളിലാണ് ആ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുക്കുവാനോ പുതുക്കുവാനോ ഇവിടെ സാധിക്കും. ഒരു ഉടമ്പടിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത്
ഇവിടെ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞാൽ 90 ദിവസമാണ് അതിൻ്റെ കാലാവധി എന്നാണ് പറയുന്നത്. 90 ദിവസത്തിനകം നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ അതുപോലെ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും. നാം ഇപ്പോൾ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ഒരു തിരുസ്വരൂപമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപമാണ് അവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. സിൽവർ ഗ്രേ കളറിലുള്ള ഒരു മാതാവിൻ്റെ തിരുസ്വരൂപം. മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ രൂപവും കാണാം. നാം ഇപ്പോൾ കാണുന്നത് കൗണ്ടർ നമ്പർ 2. ഇങ്ങനെ നമ്പറുകൾ എഴുതി വച്ചിട്ടുണ്ട്. അതിനാൽ വ്യക്തമായി ആ കൗണ്ടുകളിലുള്ള ബോർഡ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയം കൂടാതെ കാര്യങ്ങൾ നിവർത്തിക്കാൻ സാധിക്കും. 2-ാം നമ്പർ കൗണ്ടറിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് 3-ാം നമ്പർ കൗണ്ടറുണ്ട്. ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുന്ന 3-ാം നമ്പർ കൗണ്ടർ, അതായത് ഈ കാണുന്നതാണ് 3-ാം നമ്പർ കൗണ്ടർ. അതിന് തൊട്ടപ്പുറത്തായിട്ട് കൃപാസനം പത്രം ലഭിക്കുന്ന സ്ഥലമാണ് കൗണ്ടർ നമ്പർ 4. ഉടമ്പടി പത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാതാവിൻ്റെ അത്ഭുത അടയാളങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കൃപാസനം പത്രം ഇവിടെ നിന്നും ലഭിക്കുന്നത്. അത് വിതരണം ചെയ്യുന്നതിലൂടെ അനേക മക്കളിലേക്ക് മാതാവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെന്നെത്തുവാൻ വേണ്ടിയാണത്. ഇപ്പോൾ കാണുന്നത് കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള അത്ഭുത കിണറാണ്. അതിന് മുകളിൽ ഒരു കൽഭരണിയുടെ രൂപത്തിൽ ഒരു ടാപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. അതിൽ നിന്നും ഭക്തജനങ്ങൾ ജലം ശേഖരിക്കുന്നത് കാണാം. ഇത് തീർത്ഥജലമായിട്ടാണ് ഭക്തജനങ്ങൾ കുടിക്കുകയും ഭവനങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഈ അത്ഭുത കിണർ സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്തായിട്ട് 5, 6, 7, 8, 9, 10 എന്നിങ്ങനെ കൗണ്ടുകൾ കാണാൻ സാധിക്കും. 5ഉം 6ഉം കൗണ്ടുകളിൽ നിന്ന് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നേർച്ച വസ്തുവായ മെഴുകുതിരി ലഭിക്കുന്നത് ഈ കൗണ്ടിൽ നിന്നാണ്. അതായത് 5ഉം 6ഉം. 7ഉം 8ഉം കൗണ്ടുകളിൽ നിന്നും കൃപാസനം ഉടമ്പടി പുതുക്കിയവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് നേർച്ച വസ്തുവായ തിരി ലഭിക്കുന്നത് ഈ കൗണ്ടിൽ നിന്നാണ്. 9, 10 എന്നിങ്ങനെ കൗണ്ടുകൾ കാണാം. അവിടെ നമ്മുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ നിവർത്തിച്ചു തരുവാൻ അവിടെ ആൾക്കാരുണ്ട്. ഇനി അതും അല്ലെങ്കിൽ വളണ്ടിയേഴ്സിൻ്റെ സേവനവും ഇവിടെ ലഭ്യമാണ്. അവരോട് ചോദിച്ചാലും കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തരുവാൻ അവർ സേവനനിരതമായിട്ട് നിൽക്കുന്നുണ്ട്. നാം ഇപ്പോൾ കാണുന്നതാണ് 6, 7 തുടങ്ങിയ കൗണ്ടുകൾ. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ്. മാത്രമല്ല മാതാവിൻ്റെ ശക്തമായ അത്ഭുത പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് ഈ ദേവാലയം. നാം ഇപ്പോൾ കാണുന്ന ഈ ലൈൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ലൈനാണ്. ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങണമെങ്കിൽ അതിനും സൗകര്യമുണ്ട്. പക്ഷേ വ്യക്തമായ കാര്യകാരണങ്ങളുണ്ടായിരിക്കണം. ശക്തമായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാനുള്ള ടോക്കൺ ലഭിക്കുക. അത് നാം ഇപ്പോൾ കണ്ട ആ ഓഫീസിൽ നിന്നാണ് ലഭിക്കുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം കൂടിക്കൊള്ളുന്ന ഈ കൃപാസനം ദേവാലയത്തിലേക്ക് ഓരോ ദിവസം ഓടിയെത്തുന്ന ഭക്തജനങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. മറ്റൊരിടത്തും ആശ്രയമില്ലാതെ ദുഃഖദുരിതങ്ങളിൽ
ആശ്വാസം ലഭിക്കുവാനായിട്ട് ഓടിയണുന്ന ഭക്തജനങ്ങൾ. അവരിൽ ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്. എല്ലാവരെയും ഒരേപോലെ കൈനീട്ടി സ്വീകരിക്കുന്ന പരിശുദ്ധ കൃപാസനം അമ്മ ഈ ദേവാലയത്തിൻ്റെ ശക്തിയായി നിലകൊള്ളുന്നു. എൻ്റെ ഇന്നത്തെ കൃപാസനം ദേവാലയ സന്ദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ അപര്യാപ്തമാണ് എന്ന് തോന്നിയേക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തുറന്നു വെച്ചത്. മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കിഡ്നി പോലും ഇല്ല സാറേ.